الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. صدق الله العظيم. ബഹുമാനരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ വർഷത്തെ ഹജ്ജിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിനത്തിലാണ് നമ്മിപ്പോൾ. ഇന്ന് അസറോടുകൂടി അവിടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാവും. കുറച്ച് നേരത്തെ പൂർത്തിയാക്കി പോയ ആളുകളുണ്ടാവും. നോമ്പും പെരുന്നാളും ഹജ്ജുമൊക്കെ കഴിഞ്ഞു എന്ന് സാധാരണ ഒരു പറച്ചിൽ, നാട്ടൻ പറച്ചിലുണ്ട്. എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളുടെ ആത്മീയ ആഹ്ലാദത്തിൻ്റെ ദിനങ്ങളാണിത്. അത് കടന്നുപോയതിൻ്റെ സങ്കടം പഴമക്കാർ രേഖപ്പെടുത്തുന്ന ഒരു വാചകമാണത്. ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് ആ വാചകം തന്നെ അറിയില്ല. റമളാൻ ഉണ്ടാവുമ്പോൾ, അത് കഴിഞ്ഞ് ഈദുൽ ഫിത്ർ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ഏറ്റവും കൂടുതൽ അടുക്കുകയും അവനോട് ആവശ്യങ്ങളെല്ലാം പറയുകയും ഒരാത്മീയമായ ഔന്നത്യത്തിൻ്റെ, ഒരു ആഹ്ലാദത്തിൻ്റെ മാനസിക നിലയിലായിരിക്കും സത്യവിശ്വാസം. അത് അല്ലാഹു നൽകിയ അനുഗ്രഹത്തിനുള്ള ഒരു നന്ദിയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണ്. ഹിദായത്ത് ലഭിക്കുകയും ആ ഹിദായത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്താൽ അവനെ സംബന്ധിച്ച് ദുന്യാവും ആഖിറവും എന്ന് പറഞ്ഞാൽ മൊത്തം ജീവിതം വിജയിച്ചു എന്നാണ്. ആ ഹിദായത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള വളരെ അപൂർവമായ അവസരങ്ങൾ പോലും സമ്മാനിക്കുന്ന ദിനങ്ങളാണ് ഈ റമളാനിലും അതുപോലെ ഈദുൽ ഫിത്റിലും. അത് കഴിഞ്ഞാലുള്ള സത്യവിശ്വാസിയുടെ ഏറ്റവും ആത്മീയാഹ്ലാദത്തിൻ്റെ നാളുകളാണ് ഹജ്ജ് വേള. ഈ സന്ദർഭങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വവും സ്തുതിഗീതങ്ങളും പരിശുദ്ധതയും സ്തോത്രങ്ങളുമൊക്കെ ഉറക്കെ സത്യവിശ്വാസി ഉദ്ഘോഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സാധാരണ വിജയമുണ്ടാകുമ്പോൾ, ആഹ്ലാദമുണ്ടാകുമ്പോൾ മനുഷ്യനിങ്ങനെ നിലവിട്ട് തുള്ളിച്ചാടി നമുക്ക് കാണാൻ കഴിയും. ഭൗതികമായൊരു വിജയം ഉണ്ടാകുമ്പോൾ പല ആളുകളും പല കോലത്തിൽ പെരുമാറുന്നതാണ്. കൈയും കാലിട്ടടിക്കുകയും മട്ടഹസിക്കുകയും ചാടുകയും ഓടുകയും, ചിലർ സദ്യ വെച്ച് വിളമ്പുകയും ചിലർ കള്ളോടിച്ച് ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാൻ കഴിയും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിയുടെ വിജയത്തിൻ്റെ അവസരത്തിൽ ആ വിജയത്തിന് തൗഫീഖ് തമ്പുരാൻ്റെ മഹത്വം, സ്തുതികീർത്തനം ഉറക്കെ പാടാനാണ് പറഞ്ഞത്. ഈദുൽ ഫിത്റിൽ നമ്മൾ തക്ബീർ ചൊല്ലലുണ്ട്, ഈദുൽ അദ്ഹയ്ക്ക് നമ്മൾ തക്ബീർ ചൊല്ലലുണ്ട്.
ആ തക്ബീറിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചോ എന്ന് എനിക്കറിയില്ല. അത് ജീവിത വിജയം നേടിയതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ്. എങ്ങനെയാണ് ജീവിത വിജയം നേടിയത്? പട്ടിണിക്കിരുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു മനസ്സും ശരീരവും പരിശുദ്ധമാക്കി അതിൻ്റെ ഒടുവിൽ അല്ലാഹു ഈ ഹിദായത്ത് നൽകിയതിന് വേണ്ടി അവൻ്റെ അവദാനങ്ങളെ വാഴ്ത്തിപ്പാടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ജയിച്ചു, കിട്ടിപ്പോയിരിക്കുന്നു, സന്മാർഗത്തിൻ്റെ പാതയിലൂടെ നടക്കാൻ അവസരം ലഭിച്ച എനിക്ക് ജീവിത വിജയം എന്ന് പറഞ്ഞാൽ ദുന്യാവിലെ ശാന്തിയും പരലോകത്തെ അനന്തമായ ശാന്തിയുമാണ്. പരലോകത്തെ സ്വർഗം ലഭിക്കാൻ പോകുന്നു എന്നറിയുന്ന ഒരു സത്യവിശ്വാസിയുടെ മനോനില, അവൻ്റെ ആഹ്ലാദ പ്രകടനം. അതാണ് അതിരുവിട്ട കളികളൊന്നും ഈ ഈദിലൊന്നും കളിക്കരുത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. ഇസ്ലാമിൻ്റെ ആഹ്ലാദ പ്രകടനം അള്ളാഹുവിൻ്റെ അവദാനങ്ങൾ വാഴ്ചയാണ്. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു, നീ മഹാനാണ് തമ്പുരാനെ, പരിശുദ്ധനായ നീയാണ് ഉന്നതൻ എന്ന് പറയാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് വിഷമവും പ്രയാസം ഉണ്ടാക്കി വെക്കണമെന്ന് അള്ളാഹ് ഉദ്ദേശിക്കുന്നില്ല. പട്ടിണി ഇരുത്തുമ്പോൾ പോലും അങ്ങനെ പറയുന്നു. യുരീദു ബില്ലാഹു ബിക്കുമിൽ യുസ്റ വലാ യുരീദു ബിക്കുമിൽ ഉസ്റ. നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നോമ്പ് പിടിക്കാൻ പറഞ്ഞപ്പോൾ അത് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ചില വിഷമങ്ങൾ ഉണ്ടാക്കുന്നതാണ് എങ്കിലും അത് മനുഷ്യൻ്റെ സദാചാര ജീവിതത്തിന് ഉൾബലമേകുന്നതാണ്, സാംസ്കാരിക ജീവിതത്തിന് ഔന്നത്യമേകുന്നതാണ്, മനുഷ്യനവൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്താനുള്ള കഴിവ് ലഭിക്കുന്നതാണ്. അങ്ങനെ വലിത്തുക്കുമിൽ ഇദ്ദത്ത, അങ്ങനെ എണ്ണം പൂർത്തി കഴിച്ചു കഴിഞ്ഞാൽ വലിത്തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ അവദാനങ്ങൾ വാഴ്ചപ്പെടുക, എന്നിട്ട് നിങ്ങൾ നന്ദിയുള്ളവരാകുവാനും അതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കാമെന്ന പ്രഖ്യാപനമാണ് ബലിയിൽ. ആ ബലിമൃഗം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പ്രവർത്തിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു തൗഫീഖ് ഉണ്ടാവണം. അള്ളാഹു നമുക്ക് കീഴ്പ്പെടുത്തി തന്നതുകൊണ്ടാണ് അതിനെ നമുക്ക് പിടിക്കാനും ബലിയെറുക്കാനും സാധിച്ചിട്ടുള്ളത് എന്നത്. അപ്പോൾ അങ്ങനെ ബലിക്ക് വേണ്ടി നമുക്ക് മൃഗങ്ങളെ സംവിധാനിച്ച് സൗകര്യം ചെയ്തെന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ ബലിമൃഗത്തിൻ്റെ ഇറച്ചിയും അതിൻ്റെ ചോരയുമൊന്നുമല്ല അള്ളാഹ്ക്ക് വേണ്ടിയത്, അള്ളാഹിൻ്റെ അടുത്തൊന്നും എത്തുകയില്ല. പക്ഷേ നിങ്ങളതിൽ പാലിക്കുന്ന സൂക്ഷ്മതയുണ്ടല്ലോ, എനാലുഹു തഖ്വ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ്. എന്നിട്ട് അവിടെ വീണ്ടും പറയുന്നു തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വബശ്ശിരിൽ മുഹ്സിനീൻ. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു തആല രണ്ടാമത് എടുത്തു പറയുന്നു. അപ്പോൾ ഈദുൽ ഫിത്റിൻ്റെയും ഈദുൽ അദ്ഹയുടെയും സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം വാഴ്ത്തിപ്പാടാൻ, ഔന്നിത്യം വാഴ്ത്തിപ്പാടാൻ ആരാണ് പാടേണ്ടത്? ഇത് സന്മാർഗം ലഭിച്ചവൻ, ഈ സന്മാർഗം കൊണ്ട് ദുന്യാവിലും ആഖിറത്തിലും വിജയമുണ്ട് എന്ന് ഉറപ്പായവൻ, അവൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുനിന്ന് വരുന്ന മറുന്തമാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്നിട്ട് അവിടെ പ്രഖ്യാപനം വീണ്ടും വരുന്നു, ഏകനായ അള്ളാഹു അല്ലാതെ ഇതിനൊന്നും ഉത്തരവാദിയായി ഇലാഹായി സംരക്ഷകനായി ആരുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. എന്നിട്ട് അവസാനം അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അള്ളാഹുവിൻ്റെ സ്തുതിഗീതങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈദുൽ ഫിത്റിൻ്റെ വേളയിലും ഈദുൽ അദ്ഹയുടെ വേളയിലും ലോകത്തിലെ സത്യവിശ്വാസികൾ ഒന്നടങ്കം, ഹജ്ജിന് പോയവരും അല്ലാത്തവരുമായ ഒക്കെയായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവദാനങ്ങൾ വാഴ്ചപ്പാടുന്നു. ഈ ഹിദായത്ത് നൽകിയതിന്, അനുഗ്രഹം നൽകിയതിന്, യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹത്തിൻ്റെ മുകളിലാണ് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത് എന്ന്. അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, അതൊന്നും നമുക്ക് എണ്ണി കണക്കാക്കാൻ പറ്റുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഈ അനുഗ്രഹങ്ങളിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതായി നേരത്തെ സൂചിപ്പിച്ച ഹിദായത്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത്. അലാ മാ ഹദാകും, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്. അപ്പൊ ഹിദായത്ത് ലഭിച്ചാൽ ഉണ്ടാകുന്ന ഐഹികവും പാരത്രികവുമായ നേട്ടങ്ങളെക്കുറിച്ച് സത്യവിശ്വാസി സദാ ബോധവാനായിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഹിദായത്തിലെ ഏറ്റവും പ്രമുഖമായ സംഗതി, ഏറ്റവും ഉത്തമം ഹിദായത്ത്. ഹിദായത്തിൽ ഏറ്റവും പ്രമുഖമായ സംഗതി എന്താ വെച്ചാൽ അള്ളാഹു റബ്ബാണെന്നറിയലാണ്. അള്ളാഹു ഇലാഹാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പോലും അംഗീകരിച്ചിരുന്നു. പക്ഷെ അള്ളാഹു റബ്ബാണ് എന്ന കാര്യത്തിൽ,
റബ്ബ് എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ, എൻ്റെ എല്ലാ സംഗതികളുടെയും സംരക്ഷകൻ, എൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം, എൻ്റെ റിസ്ക്കിൻ്റെ കേന്ദ്രം, എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, എനിക്ക് തരുന്നതും തരാതിരിക്കുന്നതും. എന്നാൽ ആകെ മൊത്തം സംരക്ഷണം അല്ലാഹുവാണ്. ആ അല്ലാഹുവാണ് സംരക്ഷകൻ എന്ന് പറയുകയും പിന്നെ ജീവിതത്തിൽ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവന് ഉണ്ടാകുന്ന മനഃശാന്തിയും അവനുണ്ടാകുന്ന സൽവാർത്തയും ഒക്കെ സത്യവിശ്വാസികൾ അറിഞ്ഞിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറയുകയും പിന്നെ അതിൽ ഉറച്ചു നിൽക്കുകയും ജീവിതത്തിന്റെ പ്രായോഗിക മേഖലകളിൽ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകളുടെ മനസാരങ്ങളിൽ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലത്തി കുൻതും തുഅദൂൻ. മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അവരോട് പറയാ, നിങ്ങൾ ദുഃഖിക്കുകയും വ്യസനിക്കുകയും വേണ്ട, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷിച്ചുള്ള. വ്യസനം വരുമ്പോൾ, രോഗം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, നഷ്ടം വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ, വീട്ടിലാളുകൾ മരിച്ചു പോകുമ്പോൾ, വെള്ളപ്പൊക്കം വരുമ്പോൾ, ദുരന്തങ്ങൾ വരുമ്പോൾ, അപമാനം വരുമ്പോൾ, ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ ഒരുപാട് സംഗതികൾ ജീവിതത്തിൽ ഉടനീളം മനുഷ്യന് വരാറുണ്ട്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമനുസരിച്ച് വന്നുകൊള്ളും. അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ്, അല്ലാഹു സംരക്ഷിച്ചുകൊള്ളും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ക്ഷമ പാലിക്കുകയും അതിൽ അടിച്ചുറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാലാഖമാരിലൂടെ അല്ലാഹു സന്ദേശം അറിയിക്കുന്നു. വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലത്തി കുൻതും തുഅദൂൻ. പോരാ, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ സന്തരക്ഷകരായ സഹായികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ നിയമിച്ചിരിക്കുന്നു എന്ന് മലക്കുകളുടെ ശുഭവാർത്തയും അവർക്കുണ്ടാവുന്നു. അപ്പൊ ഹിദായത്ത് ലഭ്യമാകുന്നത് രക്ഷിതാവ് അല്ലാഹു ആണ് എന്ന തിരിച്ചറിവിലൂടെയാണ്. ആ തിരിച്ചറിവ് ഒരു ആൾക്കുണ്ടായി കഴിഞ്ഞാൽ അവന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവും. പ്രായോഗിക ജീവിതത്തിലെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലാഹ് എല്ലാം അറിയുന്നവനാണ്, എല്ലാത്തിനും ശക്തിയുള്ളവനാണ്, എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ്. അവനാണ് പ്രപഞ്ചമാസകലം സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നത്. ഓരോ സൃഷ്ടിയുടെയും ഹൃദയവികാരങ്ങൾ അറിയാം, അതിൻ്റെ ചലനങ്ങളെക്കുറിച്ചറിയാം. എനിക്കെന്താണ് വേണ്ടതെന്ന് ഏറ്റവും നന്നായി അറിയുന്ന എൻ്റെ രക്ഷിതാവാണ്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിലേക്ക് ഹസ്ബുനല്ലാഹ്, അല്ലാഹുവിലേക്ക് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം. മനസ്സിൽ തന്നെ ഉറക്കുക. ആ ദൃഢബോധ്യമുണ്ടാകുമ്പോൾ മനസ്സിന് കുളിർമയായി ആകാശലോകത്തു നിന്ന് മാലാഖമാര് നമ്മുടെ മനസ്സിൽ ഇറങ്ങി വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഭവാർത്ത അറിയിക്കുന്നു. എന്നിട്ട് ആ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ ഒരു അല്പ വിവരണവും കൂടെ തരുന്നു. അതായത് വലക്കും ഫിഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫിഹാ മാ തദ്ദഊൻ, നിങ്ങൾ എന്തൊക്കെയാണ് ആശിക്കുന്നത് അതെല്ലാം അവിടെ നൽകും. ഇവിടെ മനുഷ്യന് എപ്പോഴും ദുഃഖമുണ്ടാകുന്നത്, വേദന ഉണ്ടാകുന്നത്, പ്രയാസം ഉണ്ടാകുന്ന അവന്റെ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ആശകൾ നടക്കാതെ വരുമ്പോഴാണ്. ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് മനുഷ്യന്റെ പ്രകൃതത്തിൽ ഉത്ഭൂതമാക്കപ്പെട്ട സ്വഭാവം. രോഗം അവന് ഇഷ്ടമല്ല, ആരും രോഗിയാവാൻ ഇഷ്ടപ്പെടാറില്ല. അപ്പൊ ആരോഗ്യം നഷ്ടപ്പെട്ട രോഗാവസ്ഥ ഉണ്ടായാൽ അവന് വ്യസനം ഉണ്ടാവും, ശരീരം ക്ഷീണിക്കും, അസ്വസ്ഥത ഉണ്ടാവും. അതുപോലെ തന്നെ അവന് വ്യസനവും പ്രയാസം ഉണ്ടാവും, അവന് മനസ്സിന്റെ ബാലൻസിന് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ സുഭിക്ഷമായ ആഹാരം കഴിച്ച് സ്വസ്ഥമായ സ്ഥലത്ത് കിടന്നുറങ്ങണം എന്നതാണ് മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാന പ്രകൃതം. സ്വർഗമായിരുന്നല്ലോ യഥാർത്ഥത്തിൽ ആദ്യത്തെ ഗേഹമായി കാണിച്ചു തന്നിരുന്നു. അവിടെ സുഭിക്ഷമായി ഭക്ഷിക്കാനും സ്വസ്ഥമായി കിടക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പൊ സുഭിക്ഷമായി ഭക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ രോഗം കൊണ്ടാവാം, ദാരിദ്ര്യം കൊണ്ടാവാം. ഭക്ഷണം ലഭ്യമല്ലാതെ വരുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്. മാന്യതയും അന്തസ്സും ഔന്നത്യവുമാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത്. മാന്യതയ്ക്ക് തകരാറുണ്ടാവുമ്പോൾ, അന്തസ്സിന് തകരാറുണ്ടാവുമ്പോൾ അവന് പ്രയാസം വരുന്നു. ഓരോ സംഗതി ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഇതെനിക്ക് നന്നാവുമോ, എൻ്റെ സുഗമമായ സുഭിക്ഷമായ ജീവിതത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടാകുമോ എന്നുള്ള ഒരു പേടിയും ബേജാറും കൊണ്ടാണ് മനുഷ്യന്മാരിങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പേടിയും ബേജാറും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റുകയാണ് അല്ലാഹനാണ്, ഏകനാണ് എന്ന ആ ദൃഢബോധ്യത്തിലൂടെ. അങ്ങനെ ആ ദൃഢബോധ്യം നമുക്ക് നൽകിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുക, അള്ളാഹുവിന്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് നിഅമത്തുകൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് അല്ലാഹു തആല ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുള്ള നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ എണ്ണി നോക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് എണ്ണി കണക്കാക്കാൻ സാധ്യമാവുകയില്ല.
അല്ലാഹു അല്ലാതെ മറ്റാരോടെങ്കിലും നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരാധനാ മനോഭാവമോ സഹായ അഭ്യർത്ഥന മനോഭാവമോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്ഖ. അല്ലാഹു അല്ലാതെ മറ്റേതെങ്കിലും ഒന്നിനെ നിങ്ങൾ ഈ ആവശ്യം പ്രമാണിച്ച് സമീപിച്ചു കഴിഞ്ഞാൽ അവരാരും നിങ്ങളുടെ ജീവിതത്തിന്റെ വിഭവങ്ങൾ ഉടമപ്പെടുത്തുന്നില്ല എന്ന പ്രകൃതിപരമായ യാഥാർത്ഥ്യവും നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ, എന്ത് വേണമെങ്കിലും അള്ളാഹുവിൽ നിന്ന് തേടിക്കൊള്ളുക. മറ്റൊരാളാണ് തരണമെങ്കിലും അത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയാണ്, സഹായത്തോടു കൂടിയാണ് തരുന്നത് എന്ന ബോധം ഉണ്ടാവുക. ആദ്യം അള്ളാഹുവിനോട് ചോദിക്കുക, അത് കഴിഞ്ഞിട്ട് അള്ളാഹു നിർദ്ദേശിക്കുന്ന പ്രകാരം, ഇൽഹാം ചെയ്യുന്ന പ്രകാരം മറ്റു മനുഷ്യന്മാരുമായിട്ട് ബന്ധപ്പെടുക. ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുന്നില്ല. വഅബ്ദൂഹു, അവനെ നിങ്ങൾ ആരാധിക്കുക. ഈ ആരാധന അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നിർബന്ധമാക്കിയ സംഗതിയാണ്. അതാണ് അവൻ്റെ ജീവിതം. ആരാധനയുടെ സത്ത യഥാർത്ഥത്തിൽ പ്രാർത്ഥനയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് വഷ്കുറു ലഹു, അവന് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക. എങ്ങനെയാണ് നന്ദി കാണിക്കുന്നത്? അല്ലാഹു തആലക്ക് നമ്മൾ ഉണ്ടാക്കി കുറച്ചുകൊണ്ട് കൊണ്ട് കൊടുത്തിട്ടല്ലാന്ന്. ഒന്നാമത്തത് ഉടമസ്ഥാവകാശം അല്ലാഹുവിനാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കുക. അവൻ്റെ ഉടമസ്ഥതയിലുള്ള സാധനം, അത് ശരീരമായാലും ജീവിതവിഭവമായാലും ധനമായാലും എടുത്ത് ചെലവഴിക്കുമ്പോൾ, അതെടുത്ത് ഉപയോഗിക്കുമ്പോൾ അവൻ്റെ നിർദ്ദേശാനുസരണം ചെലവഴിക്കാനുള്ള സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ രീതിയിൽ ലോകത്തെ നടപ്പാക്കിയിരുന്നെങ്കിൽ തീർച്ചയായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമുഖീകരിക്കുന്ന പല കീറാമൊട്ടി പ്രശ്നങ്ങളും ഇല്ലാതാകുമായിരുന്നു. ഇത് വെറുതെ പറയുന്നതല്ല, ചരിത്രത്തിൽ തുല്യതയില്ലാതെ ഇത് നടപ്പാക്കി ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹാനായ പ്രവാചകനും അനുയായികളും ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കഥ പോലെ കേട്ടുപോവുകയാണ്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ വേറെ ഒരുപാട് സ്ഥലത്താണ് അഭയം അന്വേഷിച്ച് പോകുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ ജീവിത വിഭവങ്ങൾ അന്വേഷിച്ച് എൻ്റെ അടുത്ത് വരിക, എന്നെ ആരാധിക്കുക, എന്നിട്ട് എനിക്ക് നന്ദി രേഖപ്പെടുത്തുക. വഇൻ തുകദ്ദിബു, നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ, ഇതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ ജീവിക്കണം. ഒരു കാര്യം മനസ്സിലാക്കണം, ഫഖദ് കദ്ദബ ഉമമുൻ മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുന്നിലും ഒരുപാട് ആളുകൾ ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. ആദ്യ സമൂഹ ഗോത്രക്കാരെ നിഷേധിച്ചിട്ടുണ്ട്, ലൂത്തിൻ്റെ ജനത നിഷേധിച്ചിട്ടുണ്ട്, ഷുഹൈബിൻ്റെ ജനത നിഷേധിച്ചിട്ടുണ്ട്, മൂസയുടെ ഖൗമ നിഷേധിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അബൂജഹലും ഉത്ബത്തും ഷൈബത്തും മുതലായ കാക്കക്കാരണവന്മാരുടെ ജനതയും നിഷേധിച്ചിട്ടുണ്ട്. ആ നിഷേധികളെല്ലാം ജീവിതം തകർന്ന് തരിപ്പണമായി നശിച്ച് നാമാവശേഷമായി ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെട്ടത് ഒരുപാട് താളുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ടും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തീരെ നന്ദിയില്ലാത്ത മനുഷ്യന്മാരാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആത്മാവിനോടും ഓരോ മനുഷ്യനോടും പറയാം, നിങ്ങൾ നോക്ക്, ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ആകാശത്തിലെ ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. വസഖറ ലകും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ജമീഅൻ മിൻഹു ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ആകാശത്തിലും ഭൂമിയിലുള്ള സകല സംഗതികളും നമ്മുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് നാം അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. ബുദ്ധിയുള്ള ജനതയ്ക്ക് ചിന്തിച്ചാലോചിക്കാൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഭൂമി നിങ്ങളെയും കൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ചാഞ്ഞു പോകാതിരിക്കാൻ പർവ്വതങ്ങളെ സ്ഥാപിച്ചിരിക്കുന്നു. ആകാശത്തുനിന്ന് മഴ പെയ്ച്ചിരുന്നു. ഭൂമിയിൽ പർവ്വതങ്ങളുണ്ട്, മലകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കുന്നുകളുണ്ട്, നല്ല നിരപ്പായ സ്ഥലമുണ്ട്, അതുപോലെ വനപ്രദേശങ്ങളുണ്ട്, അരുവികളുണ്ട്, കാട്ടാറുകളുണ്ട്, അതുപോലെ ഒരുപാട് മൃഗങ്ങളുണ്ട്, ജന്തുക്കളുണ്ട്. മനുഷ്യരോടൊപ്പം ഇവിടെ ജീവിതം എന്ന യാഥാർത്ഥ്യം പങ്കിടാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ. ഇനി നിങ്ങൾ നിങ്ങളുടെ തടിയിലേക്ക് നോക്കൂ, കണ്ണുകൾ രണ്ടെണ്ണം. എത്ര മനോഹരമായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൃഷ്ടിച്ചത്. ലഖദ് ഖലഖൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും മനോഹരമായ ആ സൃഷ്ടിപ്പ്, ഏറ്റവും അല്ലാഹു മനുഷ്യനെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അല്ലാഹു തന്നെ പറഞ്ഞത് ഏറ്റവും മനോഹരമായ സൃഷ്ടിപ്പാണ്. അത് ആന്തരികവും ഭൗതികവുമായ സൃഷ്ടിപ്പിന് കണ്ണുകളുടെ സ്ഥാനം, മൂക്കിൻ്റെ സ്ഥാനം, അതുപോലെ വായുടെ സ്ഥാനം, ചെവിയുടെ സ്ഥാനം, വായ്ക്കകത്ത പല്ലുകൾ, ആ പല്ല് മുകളിലെ പല്ല് ഇങ്ങനെ അമിതമായി എങ്ങനെ വളർന്നാലോ താഴേക്ക് പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. താഴെയുടെ പല്ല് അമിതമായി അങ്ങോട്ട് വളർന്നാലോ അത് പിന്നെ ഒരിക്കലും എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടല്ലോ, അതങ്ങോട്ട് കയറിപ്പോകും. അപ്പോൾ ഓരോന്നും ഓരോ നിശ്ചിത ഘട്ടത്തിൽ അവിടെ നിർത്തിയിരിക്കുന്നു. രോമങ്ങൾ, സലയുടെ രോമം വളരുന്നത് പോലെ പല സ്ഥലത്ത് രോമം ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രോമം വളരുന്നില്ല. ഇങ്ങനെ പല സ്ഥലത്തും പല രൂപത്തിലുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരത്തിലെ രോമം തലരോമം വളരും പോലെ വളർന്നു കഴിഞ്ഞാൽ മനുഷ്യനെ താണ്ട് ഒരു ചിമ്പാൻസിയെ പോലെ ഒരു അഗ്ലി ലുക്കായിരിക്കും യഥാർത്ഥത്തിൽ ഉണ്ടാവുക.
അപ്പോ ഏറ്റവും മനോഹരമായ ഘടന, അനുഗ്രഹപൂർണമായ ഘടന. ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് വാരിക്കോരി നൽകിയിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ, ആസ്വദിക്കാൻ, സുഖിക്കാൻ, ഇണയും തുണയും ആശ്വാസത്തോടെ ജീവിക്കാൻ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എണ്ണി നോക്കാൻ പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് എണ്ണി നോക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ഭാര്യ, കൺകുളിർമയുള്ള മക്കള്, സമ്പത്ത്, അതുപോലെ ഐഹിക ജീവിതത്തിലെ ഒരുപാട് ഒരുപാട് വിഭവങ്ങൾ, ഇതെല്ലാം നൽകിയിട്ട് നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയിരുന്നു. ഹിദായത്തും ജീവിത മാർഗദർശനവും നൽകിയത്. കമാ അർസൽനാ ഫീകും റസൂലൻ, അത് നിങ്ങൾക്ക് പ്രവാചകനെ അയച്ചു തന്നിട്ട് യത്ലു അലൈക്കും ആയാതിനാ വയുസക്കീകും വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മത വയുഅല്ലിമുകും മാ ലം തകൂനു തഅലമൂൻ. നിങ്ങൾ അറിയാത്തത് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ സംസ്കാര സമ്പന്നരാക്കാൻ, നിങ്ങളെ യഥാർത്ഥത്തിൽ മനുഷ്യരാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടിയും നിങ്ങൾക്ക് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അതിജയിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി നൽകാൻ വേണ്ടി വേദഗ്രന്ഥവും പ്രവാചകനെയും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് ഫദ്കുറൂനി, ആകയാൽ നിങ്ങൾ എന്നെ ഓർക്കണം, അള്ളാഹുവിനെ ഓർക്കണം. അള്ളാഹുവിനെ ഓർക്കുന്നത് നാവ് കൊണ്ടാവാം, അത് ഹൃദയം കൊണ്ടാവാം. പക്ഷെ നാവും ഹൃദയവും ചേർന്ന് ഓർക്കുന്നതിലാണ് യഥാർത്ഥത്തിലുള്ള ഓർമ്മ. ഈ അള്ളാഹുവിന്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ കൂടുതലായി ഈദിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഉറക്കെ ഓർക്കണം. എന്നിട്ട് അവന് സാക്ഷിയായിരിക്കണം. വഷ്കുറൂലി, നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരായിരിക്കണം. വലാ തക്ഫുറു, നിങ്ങൾ നന്ദി കെട്ടവരായി പോവരുത് എന്നുള്ള സുബ്ഹാനഹു വ തആല പറയാം. നിങ്ങളിങ്ങനെ ജീവിതത്തിന്റെ എല്ലാ സുഖഭോഗങ്ങളും ആസ്വദിക്കുമ്പോൾ ഇതൊക്കെ നൽകിയതും സുഖിപ്പിക്കുന്നതും ഞാനാണ് എന്ന കാര്യം മറന്നു പോകരുത്. അത് ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. വഇലൈഹി യുർജഊൻ, നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ് എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം. പണമുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആരോഗ്യമുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. സൗന്ദര്യമുണ്ടെങ്കിൽ അതൊരു നിശ്ചിത കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ജീവിതത്തിന്റെ എല്ലാ വിഭവങ്ങളും, അധികാരമുണ്ടെങ്കിൽ നിശ്ചിത കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അധികാരത്തിന്റെ ഉന്നത സോപാനങ്ങളിൽ ഇന്ന് വിരാജിച്ചുകൊണ്ട് ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ് എന്ന അഹംഭാവത്തോടെ പറഞ്ഞ റംസീസ് രണ്ടാമൻ എന്ന് പറഞ്ഞ ഫറോവ ചക്രവർത്തി ഇന്ന് എവിടെയാണ് യഥാർത്ഥത്തിൽ? നമ്മുടെ ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ തന്നെ, അതുപോലെ പട്ടാള മേധാവികളുള്ള രാജ്യങ്ങളിൽ, രാജാഭരണമുള്ള രാജ്യങ്ങളിലൊക്കെ അധികാരത്തിന്റെ ഉന്നത സോപാനങ്ങൾ വിരാജിച്ചിരുന്ന ഒരുപാട് ഒരുപാട് വമ്പന്മാരും കൊലകൊമ്പന്മാരും ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എവിടെ പോയിരിക്കുന്നു? സായിലു അൻഹുൽ മദായിൻ ഐനമൻ കാന ഖബലക്കും. നിങ്ങൾ പട്ടണവാസികളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ മുമ്പുള്ള ഈ കൊമ്പന്മാരൊക്കെ എവിടെയാണ് പോയതെന്ന്. അപ്പൊ ജീവിതത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഈ സംഗതികളുണ്ടല്ലോ, അനുഭൂതിയുടെ, ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ ഈ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അതുകൊണ്ട് അതോർത്തുകൊണ്ട് വേണം ജീവിക്കാൻ. പക്ഷെ മനുഷ്യരിൽ അധികം ആളുകളും അതങ്ങനെ ചെയ്യുന്നില്ല. മനുഷ്യൻ നന്ദി കെട്ടവനാണ് എന്ന് ഒരു സൂറ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതാണ് നിങ്ങൾ ആദ്യം കൽപ്പിച്ചത്. വലാദിയാത് ലബഹൻ ഫൽമൂരിയാത് ഖദ്ഹൻ ഫൽമുഗീറാത് സുബ്ഹൻ ഫഅതർന ബിഹി നഖാം ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. പടക്കുതിരകളെ സംബോധിത സമൂഹത്തിന് ബോധ്യമാകുന്ന, അവരുടെ പ്രായോഗിക ജീവിതത്തിൽ ഒരുപാട് ഉപയോഗപ്പെട്ടിരുന്ന, അതിന്റെ എല്ലാവിധ ഉപയോഗങ്ങളും നന്നായി പരിചയമുള്ള ആ ജനതയോട് അല്ലാഹു തആല പറയുന്നു, കിതച്ചുകൊണ്ട് കുതിച്ചോടുന്ന ആ പടക്കുതിരയെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, അതിങ്ങനെ കുളമ്പടി അടിക്കുമ്പോൾ തീപ്പൊരി പാറി എന്ന് വെച്ചാൽ അതിന്റെ മേന്മയാണ് യഥാർത്ഥത്തിൽ കുറിക്കുന്നത്. ഫൽ മുഗീറാത്തി സുബ്ഹ, ആക്രമണം എപ്പോഴും പ്രഭാതത്തിലായിരിക്കും. നമുക്കറിയാം, ഈ മിലിറ്ററി നടത്തുമ്പോൾ പ്രഭാതത്തിലായിരിക്കും. പ്രഭാതത്തിൽ ശത്രുവിന്റെ മധ്യത്തിൽ ചാടിക്കയറി കടന്നാക്രമണം നടത്താൻ ശക്തിയുള്ള കുതിരയുണ്ടല്ലോ, അത് ഫാദർന ബിഹീന, അതിങ്ങനെ പൊടിപ്പടലങ്ങൾ പറത്തിക്കൊണ്ടാണ്. ചടുലമാണ്, വളരെ ശീഘ്രമാണ് ഈ വാചകങ്ങൾ, വളരെ കാഠിന്യമേറിയ പദങ്ങളാണ് ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. ഫവസത്ന ബിഹി ജംആ, അത് ശത്രു സൈന്യത്തിന്റെ മധ്യത്തിൽ തന്നെ, അതായത് അതിന്റെ ഒരു വാലറിന്റെ, അതായത് ഒരു ആർജവത്തിന്റെ, തന്റെ ഇടത്തിന്റെ, ശക്തിയുടെ, ധൈര്യത്തിന്റെ ചിഹ്നമാണ്. ശത്രു സൈന്യത്തിന്റെ ഉള്ളിലേക്ക് കടന്നിറങ്ങി ആക്രമണം നടത്തുന്ന ഈ കുറെ സംഗതികൾ പറഞ്ഞിട്ട് ഇതെല്ലാം എടുത്തുപയോഗിച്ചുകൊണ്ട് കള്ളു കുടിച്ചും പെണ്ണ് പിടിച്ചും അനാവശ്യം കാണിച്ചും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിലൂടെ ഇത് പറയാ, നിങ്ങൾ ഇത്തരം കുതിരകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജീവിതത്തിന്റെ ഉന്നമതി കൈപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിന് പകരം മഹാ തോന്യാസമാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ജാഹിലിയ ജനത നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ജാഹിലിയതയെ പിൻപറ്റിയ അവരുടെ പിൻഗാമികൾ നശിച്ചുപോയി എന്നുള്ളതാണ്. ഇന്ന് നമുക്കിതിന് വേറൊരു ഭാഷ്യം പറയാം. ചീറിപ്പായുന്ന കാറുകളാണ് സത്യം, അമ്പരചുംബികളായ രമ്യഹർമ്മങ്ങളാണ് സത്യം.
വർണ്ണശബളമായ മാളുകളാണ് സത്യം. മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് തീരെ നന്ദിയില്ലാത്തവനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്ന് ഈ കുതിരകളുടെ ഭാഗത്ത് നമ്മൾ കാറുകളാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വേറെ പല സംഗതികളാണ് ഉപയോഗിക്കുന്നത്. ഇത് യുദ്ധരംഗവുമായി ബന്ധപ്പെട്ടെങ്കിൽ നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ വലിയ കെട്ടിടങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. വലിയ വലിയ കാറുകൾ 50 ലക്ഷത്തിന്റെയും 60 ലക്ഷത്തിന്റെയും കോടികളുടെയും കാറുകൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ചോദിച്ചുകൊണ്ട് നല്ല മുന്തിയ വില കൂടിയ കാറുകളാണ് സത്യം, ഉന്നതമായ രമ്യഹർമ്മങ്ങളാണ് സത്യം, അതുപോലെ ഉന്നതമായ മാളുകളാണ് സത്യം, ഉയർന്നു നിൽക്കുന്ന ഫാക്ടറികളാണ് സത്യം. മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് അശേഷം നന്ദിയില്ലാത്തവനാണ് എന്ന് പറയുമ്പോൾ ഇന്നും ഇന്നത്തെ സമകാലിക മനുഷ്യ ഹൃദയത്തിൽ അത് രൂക്ഷമായി തുളച്ചു കയറുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, ഇതൊക്കെ അല്ലാഹു നൽകിയ നിഅമത്തുകളാണ്. ആ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടാൻ പറഞ്ഞത്, നോമ്പ് പിടിക്കാൻ പറഞ്ഞത്, നമസ്കരിക്കാൻ പറഞ്ഞത്, സകാത്ത് കൊടുക്കാൻ പറഞ്ഞത്, ഹജ്ജ് ചെയ്യാൻ പറഞ്ഞത്, സദഖ കൊടുക്കാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, ദിക്ർ ചെല്ലാൻ പറഞ്ഞത്, തസ്ബീഹ് ചെല്ലാൻ പറഞ്ഞത്. ലിയുകബ്ബിറല്ലാഹു അലാ മാ ഹദാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ ഹിദായത്ത് നൽകിയത്, ജീവിതത്തിന്റെ വിജയത്തിന്റെ വഴി കാണിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ നിലയിൽ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരുന്നാൽ അള്ളാഹു ലയസീദന്നക്കും, വീണ്ടും നിങ്ങൾക്ക് അധികമായി അധികപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കുമെന്ന് ഖുർആനിൽ പല സന്ദർഭങ്ങളിലും വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ അനുഗ്രഹങ്ങളെ യഥാവിധം മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഉറച്ചു നിന്ന് അവന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ഉത്തമരായ സത്യവിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി. സുബ്ഹാനക ലാ നുഹ്സീ സനാഅൻ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹബ്ബ, ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇത് അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. മനുഷ്യൻ പലപ്പോഴും പറഞ്ഞതാണ്, എങ്കിലും ഓർമ്മിപ്പിക്കുന്നു. ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഇണങ്ങുന്നവൻ എന്ന അർത്ഥത്തോടൊപ്പം മറന്നുപോകുന്നവൻ എന്ന അർത്ഥമുണ്ട്. അങ്ങനെയാണ്, നമ്മൾ മറന്നുപോകും. നമ്മുടെ കുറ്റമല്ല, അത് സൃഷ്ടിപ്പിൽ തന്നെയുള്ളൊരു സംഗതിയാണ്. ആ പഴം പറിക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അയച്ചത്. പക്ഷെ അവിടെ ചെന്ന് പഴം കണ്ടപ്പോൾ, പ്രേരണ ഉണ്ടായപ്പോൾ മറന്നുപോയി. അത് ആ സ്വഭാവം മനുഷ്യനുള്ള സ്വഭാവമാണ് എന്ന് ആദം നബിയുടെ ആ ഒരു ജീവിത ചിത്രീകരണത്തിലൂടെ നമുക്ക് കാണിച്ചു തരും. ഏത് നിമിഷവും മറന്നുപോകാം, ഏത് നിമിഷവും നമ്മളെ പിശാച് ആക്രമിച്ചേക്കാം, ഏത് നിമിഷവും നമ്മുടെ താല്പര്യങ്ങൾ മാറാം, ഏത് നിമിഷവും നമ്മുടെ ഉദ്ദേശങ്ങൾ മാറാം. അപ്പം അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തന്നെ ഓർത്തു നിൽക്കണം. വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹി ഇന്നഹു ഹുവസ് സമീഉൽ അലീം. എപ്പോഴെങ്കിലും പൈശാചികമായ ദൗർബോധനം നമ്മളെ ബാധിച്ചാൽ ഫസ്തഇദ് ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊള്ളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹുവിനെ ഒതുക്കുന്നതിന് ഏറ്റവും ഉത്തമമായി അല്ലാഹ് പറഞ്ഞത്, വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു. അല്ലാഹു പ്രവാചകനോട് പറഞ്ഞു, നീ അങ്ങനെ പറയാം, അദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അതായത് എന്നെ ആരാധിക്കാതെ, ആദ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പിന്നെ അടുത്ത വാക്ക് ഇബാദത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥന എന്നത് ഇബാദത്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്വാ ഹുവൽ ഇബാദ, അദ്വാ മുഖൽ ഇബാദ, അദ്വാ നൂറുസ് സമാവാതി വൽ അർദ്, അദ്വാ സിലാഹുൽ മുഅ്മിൻ. എത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരുപാട് ഹദീസുകളും. പ്രാർത്ഥന നിരതമായ മനസ്സ്, ആ മനസ്സാണ് അനുഗ്രഹങ്ങളെ അംഗീകരിക്കാനും അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും നമുക്കുള്ള തൗഫീഖ് ഉണ്ടാക്കി തരുന്നത്. എപ്പോഴും അല്ലാഹു വദ്കുറുല്ലാഹ കസീറ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ഇങ്ങനെ നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം പ്രാപിക്കാവുന്നതാണ്.
അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവൻ എന്ന് പറയുന്നത് സത്യവിശ്വാസം ഒഴിഞ്ഞ മനസ്സാണ്. സത്യവിശ്വാസം ഒഴിഞ്ഞ മനസ്സുകൾക്ക് ഈ ഭൂമിയേക്കാൾ അപ്പുറം ചിന്തിക്കാനും പറഞ്ഞാൽ അവന് പോകില്ല. ഹ്രസ്വമായ താല്പര്യങ്ങൾ, ദുഷ്ടലാക്കുകൾ, എപ്പോഴും അവന് പണമുണ്ടാക്കണമെന്നുള്ള ചിന്ത, ഭൗതിക ജീവിതം ആസ്വദിക്കാനുള്ള ഒരു ത്വര, ഇതൊക്കെയാണ് പിശാച് മനുഷ്യനിൽ. സത്യവിശ്വാസം വിട്ടുകഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യവാന്റെ ശ്രദ്ധ വിട്ടാൽ പിന്നെ അവിടെ ഒരു ബൂൺ കമ്പാനിയൻ, ഒരു ഹൃദയേശ്വരൻ, ഒരു ഏറ്റവും ഉത്തമനായ അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിട്ട് അവന് വരുന്നത് പിശാചായിരിക്കും. നുഖയ്യിദ് ലഹു, അതായത് വി വിൽ അപ്പോയിന്റ്, ഞാൻ നിയമിച്ചു കൊടുക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. വി വിൽ അപ്പോയിന്റ്, നുഖയ്യിദ് ലഹു, അവൻ നാം അപ്പോയിന്റ് ചെയ്ത് കൊടുക്കും എന്നാണ്. അവൻ ഉണ്ടാക്കി കൊടുക്കുമെന്നല്ല, അല്ലെങ്കിൽ കയറി ചെല്ലുമെന്നല്ല പറയും. അള്ളാഹുവിന്റെ ശ്രദ്ധ വിട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തനുസരിച്ച് ഒരു പിശാചിനെ അവിടെ ആക്കി കൊടുക്കും, അല്ലെങ്കിൽ അവിടെ മലക്കിനാക്കി കൊടുക്കുന്നു. മനുഷ്യന്മാരോട് പറയാണ്, ഈ മനുഷ്യ മനസ്സ്, ഹൃദയം സത്യവിശ്വാസം വിട്ടുകഴിഞ്ഞാൽ അവന്റെ താല്പര്യങ്ങൾ വളരെ ലഘുവും ചെറുതാവും. അവന്റെ സ്വാർത്ഥതയ്ക്കപ്പുറം ഒന്നും കാണാൻ അവന് കാഴ്ച ഉണ്ടാവില്ല. ആകാശങ്ങൾക്ക് അപ്പുറം, പ്രപഞ്ചത്തിന്റെ അപ്പുറം, ഫിർദൗസിന്റെ അടുത്ത്, ജന്നാത്തിലെ ഫിർദൗസ്, അവിടേക്ക് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുപോകുന്ന മഹോന്നതമായ സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ മനസ്സിന് തരുന്നത്. പക്ഷേ സത്യവിശ്വാസം വിട്ടുകഴിഞ്ഞാൽ അവന് ചെറിയ ചെറിയ അവൻ്റെതായ താല്പര്യങ്ങൾ, കച്ചവടം, പൈസ, പണം, അതുപോലെയുള്ള പല സംഗതികളുമായിരിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം അവന് നന്ദി കെട്ടവനാവും. അവനോട് പറയാ, അവൻ ഇന്നഹു അലാ ദാലിക ലശഹീദ്. ഓരോ മനുഷ്യരുടെയും ജീവിതം ഇങ്ങനെ പരിശോധിച്ച് നോക്കൂ, അവൻ തന്നെ അവൻ നന്ദി കെട്ടവനാണെന്നതിന് തെളിവാണ്. ഒരുപാട് മനുഷ്യന്മാരില്ലേ നമ്മുടെ ചുറ്റും. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ പട്ടണത്തിലെ ആളുകളെല്ലാം പള്ളിയിൽ നിസ്കരിക്കാൻ വന്നാൽ ഇവിടെ എത്ര പള്ളി കൂടെ കൂടുതൽ കെട്ടേണ്ടി വരും? എത്രയോ ആളുകൾ നിസ്കരിക്കാതെ ഈ ചുറ്റുവട്ടത്തും കച്ചവടം ചെയ്ത് ജീവിത അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് ജീവിതാസ്വാദനം അനുഭവിച്ചുകൊണ്ട് പോകുന്നു. സത്യവിശ്വാസിയാണെന്ന് പറയുന്നു. പക്ഷേ എത്രയോ ആളുകൾ ഈ ചുറ്റുവട്ടത്തും അള്ളാഹുവിന് നന്ദി കാണിക്കാതെ ജീവിക്കുന്നു. അധികം മനുഷ്യരും അങ്ങനെ തന്നെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവൻ തന്നെ അതിന് തെളിവാണ്. ഹയ്യ അലസ് സലാ ഹയ്യ അലൽ ഫലാ എന്ന് പറയുമ്പോൾ അങ്ങോട്ടാ പോവാ. ഈ നിസ്കാരത്തിൽ വന്ന് വിജയിക്കൂ എന്ന് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവൻ അങ്ങോട്ട് പോകും. അപ്പോൾ അവനൊരു ധിക്കാരിയാണ് എന്നുള്ളതിന് തെളിവാണ്. അതുപോലെ ഓരോന്നും പരസ്യമായി മുസ്ലിം പേരിട്ട് ഇസ്ലാമിനെ എതിരായി വിമർശിക്കുന്ന ചാനലുകൾ, ചർച്ചയിൽ വരുന്ന ഇസ്ലാമിന്റെ പേരിലുള്ള ആളുകളില്ലേ, മുസ്ലിമിന്റെ പേര് ഉപയോഗിച്ച് സ്ഥാനമാനങ്ങൾ എടുത്തിട്ട് ഇസ്ലാമിനെ ഭത്സിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ആളുകളില്ലേ നമ്മുടെ നാട്ടിൽ? ധിക്കാരികളായ അഹങ്കാരികൾ. അവര് തന്നെ പറയുന്നു, അവർ സാക്ഷിയാണ്, നന്ദി കെട്ടവരാണ് എന്ന്. വൈന്നഹു അലാ ദാലിക ലശഹീദ്. അവരുടെ ജീവിതം വിളിച്ചു പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനോട് നന്ദി കെട്ടവരാണ് എന്ന്. ഞാനല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇസ്ലാമിന്റെ പേരുള്ളത് കൊണ്ട് ചില സ്ഥാനമാനങ്ങൾ കിട്ടുന്നു, ഇസ്ലാമിന്റെ പേരുള്ളത് കൊണ്ട് ചില റിസർവേഷനുകൾ കിട്ടുന്നു, ഇസ്ലാമിന്റെ പേരുള്ളത് കൊണ്ട് ചില സ്ഥലത്ത് പരിഗണിക്കുന്നു. അരുമ്പിട അങ്ങനെയാണല്ലോ, വീതം വെപ്പാണല്ലോ ജനാധിപത്യം എന്ന് പറയും. അപ്പൊ മുസ്ലിമിന്റെ പേരുള്ളത് കൊണ്ട് പരിഗണിക്കും. പക്ഷെ അള്ളയും ദീനും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അവന്റെ ജീവിതം വിളിച്ചു പറയും, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് തീരെ നന്ദിയില്ലാത്തവനാണ്, ഞാനതിന് സാക്ഷിയാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈർ ശദീദ്. അവന് നന്മയോട്, പണത്തോട്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഭൗതിക ജീവിതത്തിന്റെ നന്മയോട് ഭയങ്കരമായ താല്പര്യമാണ്. ഈ ഖൈറിന്, നന്മ എന്ന് ഖുർആനിൽ, പണത്തിന് ഈ ഖൈർ എന്ന വാക്ക് ഖുർആനിൽ 1-2 സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, പണത്തെ വല്ലാണ്ട് പ്രേമിക്കുന്നുണ്ട്. അവന്റെ ചിന്ത മുഴുവൻ പണം ഉണ്ടാക്കാനാണ്. അതുപോലെ തന്നെ എന്തിലും പൈസ ഉണ്ടാക്കുക, ജീവിതം മാവോളം സുഖിക്കുക, ഞാൻ പൈസക്കാരനാണെന്ന് തെളിഞ്ഞു നടക്കുക. അവൻ അറിയില്ല, അവനോട് പറയാ, കുഴിമാടങ്ങളെല്ലാം കൊത്തിപ്പൊളിച്ച് ജമിഅൽ ലദൈനാ മുഹ്ളറൂൻ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിർത്തുന്ന വഴലു അലാ റബ്ബിക സഫൻ ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവല മറ. ഒന്നൊഴിയാതെ എല്ലാത്തിനെയും അവിടെ അണിയണിയായി നിരത്തുന്ന ഒരു ദിവസം വരും. വഹുസ്സില മാ ഫിസ് സുദൂർ, അന്ന് അവന്റെ ഹൃദയങ്ങളിലുള്ളതെല്ലാം വെളിവാക്കപ്പെടും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലുൻ, എല്ലാം കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. മനുഷ്യന് കേൾവിയും കാഴ്ച, അവൻ വർത്താനം പറഞ്ഞത് പ്രവർത്തിച്ചത് മാത്രമല്ല, വർത്താനം പറഞ്ഞതും കണ്ടതും കേട്ടതും വൽ ഫുആദ, ഹൃദയ രഹസ്യങ്ങളും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരുന്നത്. ആരെയും പറ്റിക്കാനാവാത്ത, ആരിൽ നിന്നും ഒന്നും ഒളിച്ചു വെക്കാനാത്ത ഒരു ദിവസം അവൻ വരും. ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൽ ഖബീർ, അന്ന് നിന്റെ രക്ഷിതാവിനെ ഇവരെ കുറിച്ചൊക്കെ വളരെ നന്നായി അറിയാം.
നിങ്ങളിവിടെ ഉണ്ടല്ലോ ഭൗതിക ജീവിതത്തിലെ സുഖഭോഗങ്ങൾ ഇങ്ങനെ മോന്തി കുടിക്കാൻ വേണ്ടി തത്രപ്പാടിനിടയിൽ വിട്ടോടുന്നൊരു സംഗതിയുണ്ട്, മരണം. ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും തുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ വിട്ടോടുന്ന മരണം അത് നിങ്ങളെ പിടിച്ചു കൊണ്ടുപോകും. പിന്നെ രഹസ്യവും പരസ്യവും ഒക്കെ അറിയുന്ന, ഷുഹൂദും ഗൈബും ഒക്കെ അറിയുന്ന, അതായത് പ്രകടമായതും മറഞ്ഞതുമൊക്കെ അറിയുന്ന രക്ഷിതാവിന്റെ മുന്നിലേക്ക് ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, എന്താ നിങ്ങൾ അവിടെ പ്രവർത്തിച്ചിരുന്നത് എന്ന് വ്യക്തമായി നിങ്ങൾക്ക് അറിയിച്ചു തരും. ഈ ഒരു യാഥാർത്ഥ്യം ഭൂമിയിൽ നടക്കുന്ന മനുഷ്യന്റെ, മുസ്ലിമിന്റെ അല്ല, മനുഷ്യന്റെ മനസ്സിലെത്തണം എന്നാണ് മനുഷ്യരുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത്, ഇച്ഛിക്കുന്നത്. മനുഷ്യന്മാർക്ക് എന്തെങ്കിലും വ്യസനം ഉണ്ടാവണമെന്നോ അവരെ പിടിച്ച് ശിക്ഷിക്കണമെന്നോ അവരെ നരകത്തിലേക്ക് എടുത്തെറിയണമെന്നോ കാരുണ്യവാനായ രാജതമ്പുരാൻ ഒരാശയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയാണ്. പക്ഷെ മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യം, അവന് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹം, അത് അല്ലാഹുവിൻ്റെതാണെന്ന് അംഗീകരിക്കലാണ് ഏറ്റവും ആദ്യത്തെ മാന്യത, അന്തസ്. അതാണ് സത്യം. അതിൽ വിശ്വസിക്കലാണ് സത്യവിശ്വാസം. എന്റെ തടി എന്റേതല്ല, എന്റെ പണം എന്റേതല്ല, എന്റെ ജീവിതം പോലും എന്റേതല്ല, ഞാൻ ഉദ്ദേശിച്ചല്ലത് ഇവിടെ വന്നത്, ഞാൻ വേണ്ടെന്ന് വെച്ചാൽ ഇതിവിടെ നിന്ന് പോവുക തന്നെ ചെയ്യും. അപ്പോൾ എന്റെ ജീവിതത്തിന് വേറൊരു കൺട്രോളറുണ്ട്, വേറൊരു നിയന്ത്രണമുണ്ട്, വേറൊരു കേന്ദ്രമുണ്ട്, അതിന് ചോദിക്കാനും പറയാനും സംവിധാനങ്ങളുണ്ട് എന്ന ഒരു സാമാന്യ ബോധം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് എന്നുള്ളതാണ്. അതിന് ഖുർആനും ഹദീസും പഠിക്കേണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മനുഷ്യ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്ഭൂതമാക്കിയ ഈമാനുൽ ഫിത്ര, ജന്മസിദ്ധമായ വിശ്വാസത്തിൽ തന്നെ ആ സംഗതി ഉണ്ട് എന്നുള്ളതാണ്. ആ സംഗതി അവനോട് പറഞ്ഞു കൊടുക്കുന്നത്, എനിക്ക് നൽകപ്പെട്ടത് ഇത് എന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ടുണ്ടതല്ല, ഒരു വിലപേശലാടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതുമല്ല, അല്ലാഹു അവന്റെ നിസ്സീമമായ അളവറ്റ അനുഗ്രഹം കൊണ്ട് നൽകിയതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നാമതായി അതിന്റെ ഉടയവനെ അംഗീകരിക്കുകയും അവന് നന്ദിയായി അവന്റെ അവദാനങ്ങൾ വാഴ്ത്തുകയും ഇല്ലാത്തവന് ഞാൻ നൽകുകയും ചെയ്യണം. അതെന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ് എന്ന് ഓർക്കുന്നവന് മാത്രമേ അല്ലാഹുവിനുള്ള സംരക്ഷണം ഉണ്ടാവുള്ളൂ, മലക്കുകളുടെ സംരക്ഷണം ഉണ്ടാവുള്ളൂ. അല്ലാത്തവൻ ലഖനൂദ്, അവൻ നന്ദി കെട്ടവനായി പോവും. ആ നന്ദി കെട്ടവൻ എല്ലാം വെളിവാകുന്ന ഒരു ദിവസത്തില് അവന്റെ നന്ദികേടിന്റെ ശിക്ഷ, അവന്റെ പ്രതിഫലം അവൻ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന ബോധം അവൻ ജീവിച്ചിരിക്കുമ്പോ, അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോ അവനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. ഇതില് യഥാർത്ഥത്തിൽ മനുഷ്യനെ വഴിതെറ്റിക്കുന്നൊന്നുമില്ല, തീവ്രവാദമില്ല, ഭീകരവാദമില്ല, മറ്റു യാതൊരു തരത്തിലുള്ള മനുഷ്യനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം അടുപ്പിക്കുന്ന യാതൊന്നും തന്നെ ഇല്ല. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ പറയുന്നു, നിങ്ങളെ നാമാണ് പടച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നാം നൽകിയതാണ്. ഈ അനുഗ്രഹം അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ചെലവഴിക്കണം. ഇത് അള്ളാഹുവിൻ്റെതാണെന്ന് നിങ്ങൾ ഉറക്കെ പറയണം. എന്നിട്ട് ഇഷ്ടം പറഞ്ഞതുപോലെ നിർദ്ദേശിച്ചതുപോലെ ചെലവഴിച്ചാൽ ജീവിതത്തിന്റെ വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് അവസാനം ഉണ്ടാകുന്നത് നരകാഗ്നിയായിരിക്കും. ഈ ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആർക്കും സാധ്യമാവുകയില്ല. ഇത് വളച്ചുകെട്ടില്ലാതെ നേർക്ക് നേരെ മനുഷ്യരോട് സ്നേഹമുണ്ടെങ്കിൽ, കാരുണ്യമുണ്ടെങ്കിൽ, മനുഷ്യരോട് ഇഷ്ടമുണ്ടെങ്കിൽ, സഹജീവികൾ ആദരിക്കുന്നുണ്ടെങ്കിൽ ഇതവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നതാണ് ഓരോ സത്യവിശ്വാസിയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം. ലളിതമാണ്, വളരെ സ്ട്രൈറ്റ് ഫോർവേഡാണ്. ഇതിലൊരുപാട് കെട്ടിക്കുടുക്കളില്ല. ഇതിന് പരസ്പരം പോരടിക്കേണ്ടതില്ല, ഇതിന് പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല. മനുഷ്യൻ ഇതിൽ നിന്ന് എവിടെയോ അകലെ സഞ്ചരിച്ച് ഭൗതിക ജീവിതത്തിന്റെ പൊങ്ങച്ചവും അഹങ്കാരവും താൻ പോരിമയും കിടമത്സരവും ഉണ്ടായപ്പോ പിശാച് അവനെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇന്ന് സമകാലിക ലോകത്ത് കാണുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അള്ളയിലേക്ക് യഥാർത്ഥത്തിൽ മടങ്ങിയാൽ, ഖുർആനിലേക്ക് നിഷ്കളങ്കമായി മടങ്ങിയാൽ, പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും യോജിക്കാനും ഒന്നിച്ചിരിക്കാനും കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഭൂമിയിൽ നടപ്പാക്കിയ ആ മഹോന്നതമായ മാതൃക വീണ്ടും ഈ ഭൂമിയിൽ നടപ്പാക്കാൻ യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് അവസരം തരും. പക്ഷേ നമ്മൾക്ക് അതിന് അർഹതയുണ്ടോ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കണം. അല്ലല്ല, നമ്മളാണ് പറയേണ്ടത്, നമ്മൾ അർഹരാണ് തമ്പുരാനെ എന്ന്. ആ അർഹത നേടുന്നതുവരെ നമ്മൾ പിന്നോക്കക്കാരും അടിച്ചമർത്തപ്പെട്ടവരും, അതായത് ഒഴിവാക്കപ്പെട്ടവരുമായിട്ട് അഗണ്യകോടിയിൽ കിടന്ന് നരയിക്കേണ്ടി വരും. അതിന് നമ്മൾ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനവൻ തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്
എന്നിട്ട് അള്ളാഹുലേക്ക് തിരിയേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുലേക്ക് തിരിയാനുള്ള ആഹ്വാനമാണ് അന്താരാഷ്ട്ര തലത്തിൽ വർഷാവർഷം നടക്കുന്ന ഈ ഹജ്ജിന്റെ വേള. അവിടെ ആഹ്വാനം ചെയ്തതും അത് തന്നെയാണ്. അതെല്ലാം ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു, ഞങ്ങളിതാ റെഡിയാണ്, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞ ആളുകൾ പോകുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള ആളുകൾ അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിപ്പാടി അവരോടൊപ്പം ചേരുകയാണ്. ഈ പറഞ്ഞ വാക്കുകൾക്ക് അർത്ഥമുണ്ടെങ്കിൽ, ഇത് പ്രായോഗിക ജീവിതത്തിൽ പ്രവർത്തിക്കാനും നമ്മൾ സന്നദ്ധമാണെങ്കിൽ ഇതിന്റെ ഒരു സത്തയുണ്ട്. ആ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ്. അതിന് കഴിയാതെ വരുമ്പോൾ നമ്മൾ പിന്നോക്കം പോയി പോവും. അങ്ങനെ കഴിയുമാറ് കഠിനമായി അധ്വാനിച്ച് മുന്നേറാനാണ് ശ്രമിക്കേണ്ടത്. അതാണ് പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചത്. അങ്ങനെ മുന്നേറി നമുക്കും മറ്റുള്ളവർക്കും നന്മ പരത്തുന്ന ഉത്തമമായ പുഷ്പങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبو بكر وعمر وعثمان وعلي عن بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആളുകളുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കടങ്ങളും എല്ലാം നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. അല്ലാഹു, രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ആക്സിഡന്റിൽ പറ്റിയ ആളുകളുണ്ട്. അവരുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് നീ ആശ്വാസവും സമാധാനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന എല്ലാവർക്കും ശാന്തമായി സമാധാനപരമായി അവരുടെ വീടുകളിൽ എത്തിച്ചേരാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിത പ്രവർത്തനങ്ങൾ നീ അനുഗ്രഹം ചൊരിയണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് നീ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇബാദത്തുകളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. തമ്പുരാനെ, നിന്റെ മാർഗത്തിൽ ജീവിച്ച് നിന്റെ മാർഗത്തിൽ മരിക്കാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ നാഥ. മരണത്തിൻ്റെ വേദന ഞങ്ങൾക്ക് നീ ലഘൂകരിച്ച് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കി തരണേ തമ്പുരാനെ. മാശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകക്ഷത്തിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ലിഖാവ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ടിക്കളയല്ല തമ്പുരാനെ. ഇത് സ്വീകരിച്ച് ഉത്തരം നൽകണേ തമ്പുരാനെ. എപ്പോഴും നിന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീന ഫീ കുല്ലി അമാകിനിൽ അർളി യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.